ആനയിറങ്കൽ ജലാശയത്തിൽ കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. രാജകുമാരി ഗ്രാമപഞ്ചായത്ത് അംഗം ജെയ്സൺ തച്ചമറ്റത്തിലിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഫയർഫോഴ്സിന്റെയും പ്രദേശവാസികളുടെയും സംയുക്ത തിരച്ചിലാണ് മൃതദേഹം കണ്ടത്. ഒപ്പം കാണാതായ ബിജുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, വളരെ ദാരുണമായ സംഭവം. ഈ മൃതദേഹം എപ്പോഴാണ് കണ്ടെത്തിയത്? മറ്റാൾക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതീക്ഷത്ത് അല്പം മുമ്പാണ്, ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ മൃതദേഹം ഈ തെരച്ചിലിൽ കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് ഈ മൃതദേഹം, ജെയ്സന്റെ മൃതദേഹമാണ് കിട്ടിയിട്ടുള്ളത്. ബിജുവിനായിട്ടുള്ള തെരച്ചിൽ വീണ്ടും തുടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇന്നലെ വൈകിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം, ദാരുണമായ സംഭവം നടന്നത്. ഇവർ 4 പേര് ഒന്നിച്ചായിരുന്നു ആനയിറങ്കൽ ജലാശയം സന്ദർശിക്കുവാൻ വേണ്ടി എത്തുകയും പിന്നീട് ഇവിടുന്ന് പൂപ്പാറയിലേക്ക് മടങ്ങിപ്പോയി 2 പേരെ അവിടെ ഇറക്കി വിട്ടതിന് ശേഷം ഇവർ 2 പേർ തമിഴ്നാടിന് പോകുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്നും ആനയിറങ്കലിലേക്ക് എത്തുകയായിരുന്നു. ഇതിനിടയിൽ ഇവിടെ കുളിക്കാൻ ഇറങ്ങുമ്പോഴായിരുന്നു ഇവർ കാൽവഴുതി അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും രാവിലെ ഈ കൊളുന്തെടുക്കാൻ എത്തിയ തോട്ടം തൊഴിലാളികളാണ് ഈ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതും അതിൽ മൊബൈൽ ഫോണും അതുപോലെ തന്നെ ചെരുപ്പുകളും വസ്ത്രങ്ങളും ഒക്കെ കാണുന്നത്. തുടർന്ന് ആനയിറങ്കൽ ഡാമിലെ സെക്യൂരിറ്റി ഗാർഡിനെ വിവരമറിയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പോലീസിലും മൂന്നാർ ഫയർഫോഴ്സിലേക്കുമൊക്കെ വിവരമറിയിച്ച് തെരച്ചിൽ ആരംഭിക്കുന്നത്. നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തന്നെ രാവിലെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ ഏറെ വൈകി മണിക്കൂറുകൾ തെരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ഏതാണ്ട് ഒരു അരമണിക്കൂർ മുമ്പാണ് ജെയ്സന്റെ മൃതദേഹം കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. മറ്റ് നടപടികൾക്ക് ശേഷം ഈ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക്, മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബിജുവിന് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുകയുമാണ്. ശ്രുതി, ശരി. സന്ദീപ് രാജാക്കാടാണ് വിശദാംശങ്ങൾ നൽകിയത്.